നമസ്കാരം, AK റൈഡർസ് ആൻഡ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ വൺ വേ ക്ലച്ച് മാറ്റുക എന്നുള്ളതാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സെൽഫ് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സൗണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട്. ഒരു സൗണ്ട് നല്ല പാത്രത്തിട്ടടിക്കുന്ന ഒരു സൗണ്ടുണ്ട്. ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള പാത്രത്തിലടിക്കുന്ന ഒരു സൗണ്ട് ഇടയ്ക്ക് ആ പല്ല് പിടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വൺ വേ ക്ലച്ചിൻ്റെ ബെയറിങ്ങിനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷാഫ്റ്റിനോ അതിൻ്റെ ബെയറിങ് വരുന്ന ഭാഗത്ത് തേയ്മാനം വരണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മളത് വെച്ച് ഓടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പല്ല് പൊട്ടി വീഴണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ചേമ്പറിനകത്തൊക്കെ വിഷയങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യണം കേട്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വണ്ടിയാണ്. എൻ്റെ ടാങ്ക് പുതിയത് നമ്മൾ വെച്ചിട്ടുണ്ട്. ബാക്കി വൺ വേ ക്ലച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം സർവീസ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇതിനെ വഫ് ചെയ്യണം. വഫ് ഒരിക്കൽ ചെയ്താണ് പറഞ്ഞില്ല, ഇനി ഒന്നും കൂടെ വഫ് ചെയ്യണം. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ സ്റ്റാർട്ടാകും, അത് ചില സമയങ്ങളിൽ ഉള്ള വിഷയം. ഓക്കെ, അപ്പോൾ ഈ ചില സമയങ്ങളിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ മുന്നേ കൂട്ടി അത് മിസ്സിങ് ആയിട്ട് കാണിക്കുമ്പോൾ പല്ല് പിടിക്കാതെ വരുമ്പോഴത്തേക്ക് മുന്നേ കൂട്ടി നമ്മളത് മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്ക് കൂടുതൽ പൈസ ചിലവില്ല. വണ്ടി ഓണറും പറഞ്ഞു അതിനെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിക്കളയാം. മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫുട് റെസ്റ്റ് ഇട സൈഡാണ് വരണത്. ക്ലച്ചിൻ്റെ ഇട സൈഡിലുള്ള ഫുട് റെസ്റ്റ് ഇളക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിയർ ലിവറുണ്ട്. ഇതിനെ ഇളക്കിയതിന് ശേഷം ഈ വരുന്ന 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. 10ൻ്റെ ബോൾട്ട് കംപ്ലീറ്റും 10 വരും. ഇതിനെ ഇളക്കാം. ഇളക്കുന്ന വീഡിയോകളൊക്കെ ഈ ചാനലിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലച്ച് കേബിൾ അഴിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഇതിനെ അഴിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതും 10ൻ്റെതാണ് കേട്ടോ. ഇതിൻ്റെ വരുന്ന ബോൾട്ട് മാറ്റി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഇത് തന്നെ കൊടുത്തു വെച്ചിരുന്നാൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൊടുത്തു വയ്ക്കുക. ബോൾട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. 10ൻ്റെയാണ് കാണിക്കുക. ഈ ബോൾട്ടെല്ലാം ഇളക്കിയിട്ടുണ്ട്. വണ്ടി ഓയിൽ മാറിയതിന് ശേഷം വണ്ടി ഇതൊരിക്കലും ഓടിയിട്ടില്ല. വണ്ടി ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു 7 മാസമായി. അപ്പോൾ തിരിച്ച് നമ്മൾ ഓയിൽ മാറേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഓയിലും മാറണം. ഓയിൽ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മാസമായുണ്ട്. ഇതിൽ നിന്ന് അതിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓയിലിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിയിട്ട് കാര്യമില്ല. വണ്ടി ഓടിക്കഴിഞ്ഞാൽ അതിന് ഇഞ്ചിന് വേറെ വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഓയിൽ മാറി തന്നെയാണ് യൂസ് ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ അറിയാതെ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയറായിട്ട് തന്നെ ചെയ്യണം. ഓയിൽ കറക്റ്റായിട്ട് ഓടാതെ വണ്ടിയായിരുന്നാൽ പോലും ഇപ്പോൾ ഇളക്കുമ്പോൾ ഓയിലിൻ്റെ ഇതറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഓയിലും കൂടെ മാറി തന്നെ ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബോൾട്ട് 11 ഉണ്ട് കേട്ടോ. 11 അതിൻ്റെ ബോൾട്ട് 11 ബോൾട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. എടുത്തില്ല, അത് പുതിയ ഓയിലാണ്. ഇതിൽ കണ്ടിട്ട് നല്ല ഓയിലാണ്, പുതിയ ഓയിലാണ്. അല്ലെങ്കിൽ പുതിയ ഓയിലാണ്. ഇത് കളയണമെന്നുണ്ടെങ്കിൽ വണ്ടി ചരിച്ച് വെച്ചതിന് ശേഷം ഇത് വൺ വേ ക്ലച്ച് നമുക്ക് മാറാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓയിൽ മാറുന്നതുകൊണ്ടാണ് ഇതിനെ നേരെ വെച്ചിട്ട് മാറുന്നത്. ഇതൊക്കെ നമ്മളന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ചതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം എന്താ ഉണ്ടാവും, ഇതിൽ കുറച്ച് ഇതുണ്ട്. ബാക്കിയുള്ള ഓയിലിൻ്റെ അംശമാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ക്ലിയറാണ്, ക്ലീൻ ചെയ്ത ഉള്ള ഇതാണ്. പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. ഓടിയിട്ടേ ഇല്ല ഇത് കേട്ടോ. നമുക്ക് ക്ലച്ചിൻ്റെ കേബിൾ ഇളക്കിയിട്ടില്ല. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് തുടയ്ക്കണം, നന്നായിട്ട് തുടയ്ക്കണം. വൺ വേ ക്ലച്ച് ഇളക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലച്ച് പ്ലേറ്റിൻ്റെ ഇതിനെ നമുക്ക് ഇളക്കണം. ഇതിലൊരു ബെയറിങ്ങായിട്ട് വരും. ഇതിനെ നമുക്ക് ഇളക്കി, ഒരു ബെയറിങ്ങാണ്. ഇളക്കി ഇതേപോലെ അഡ്ജസ്റ്റ് ഇതിനെ മാറ്റുക. എന്നിട്ട് നമുക്ക് ഇത് ഈ നെട്ടിനെ ലൂസ് ചെയ്യണം. പിന്നെ ഈ നെട്ടും ലൂസ് ചെയ്യണം കേട്ടോ. അതിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം. വെച്ചാൽ കറങ്ങില്ലേ, ഇത് ക്ലച്ച് ബേസ് ഇങ്ങനെ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുക.
ഇതിന് ക്ലച്ചിൻ്റെ ഒരു 24-ൻ്റെ നട്ടാണ്. ഇതിനെ നമുക്ക് ലൂസ് ചെയ്യാം. ഇതിപ്പം ആൾറെഡി ലൂസാണ് കേട്ടോ, ലൂസായിട്ടാണ് ഇരുന്നത്. അത് നോക്കിയില്ലെങ്കിൽ വിഷയമായിരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലൂസാക്കി വയ്ക്കുക, ഇളക്കി എടുക്കണ്ട, കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ട് ഇതിനെ നമുക്ക് എടുത്താൽ മതി. ഇത് ലൂസാക്കി വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളെ 17-ൻ്റെ ബോൾട്ടാണ്. ഇതിനെ നമുക്ക് ലൂസ് ചെയ്യണം. ഇത് നല്ല ടൈറ്റായിരിക്കും, ഇത് ടൈറ്റ് ആവണം. ഇതുപോലെ ലൂസായിരുന്നെങ്കിൽ ഇപ്പം വിഷയമായേനെ കേട്ടോ. ഇതും പറയത്തക്ക ടൈറ്റ് ഇല്ല എങ്കിലും ഇത് ലൂസിൽ തന്നെയാണ് ഇരുന്നത്. ഇത് നല്ല ടൈറ്റായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇത്രയും വരെ ഇവർ അനാബോണ്ട് ഒഴിച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് ടൈറ്റിലാണ് ഇത് കയറിയത് കേട്ടോ. അനാബോണ്ട് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് ടൈറ്റ് വേണം, ആവശ്യം ഇത് ടൈറ്റ് വേണം. പക്ഷേ ഇത്രയൊന്നും എടുത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് ഫുള്ള് ഇവിടെ മുതൽ അത്രയും ഇതിനകത്ത് അനാബോണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടുത്ത നമുക്കിതിനെ ഇളക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സപ്പോർട്ട് ഇഞ്ചിനെ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിനെടുത്ത് ക്രോസ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത് നമുക്കിത് സെക്കൻഡറി ചെയിനാണ്. ഈ ചെയിനിനെ നമുക്ക് ലൂസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബോൾട്ടുണ്ട്, അതിനെ നമുക്ക് ഇളക്കി എടുക്കാം. ചെയിൻ അഡ്ജസ്റ്റാണിത്. ഇത് ചെയിൻ അഡ്ജസ്റ്റാണ് വരണത്. ഇത് നേരെ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ചെയിൻ ടൈറ്റായിട്ടിരിക്കും കേട്ടോ. ബോൾട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബോൾട്ട് ഇളക്കി ഇത് ലൂസാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ചെയിനും കൂടെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി എടുക്കാം, തിരിച്ചെടുക്കാം കേട്ടോ. തിരിച്ചെടുത്ത് വയ്ക്കുക. അടുത്ത നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ തിരിച്ച് രണ്ടും കൂടെ ഒരേ കണക്കിനാണ് ഇത് എടുക്കാനുള്ളത്. എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെയിൻ ലൂസാകണം. ചെയിൻ ലൂസായിട്ട് നമുക്കിതിനെ ഇവിടുന്ന് 10-ാം നമ്പറുണ്ട്, ഇതിനെ ലൂസായി കൊടുക്കുക. ഈ ചെയിൻ അഡ്ജസ്റ്ററാണ് കേട്ടോ. ഇതൊരു സ്പ്രിങ് വരും. ഇതിനെ നമുക്കിതിനെ എടുക്കാം. തിരിച്ച് അതേപോലെ കൊടുത്താൽ മതി. നമുക്കിതിനെ ചെയിൻ താക്കണം എന്നുണ്ടെങ്കിൽ താത്ത് കഴിഞ്ഞാൽ ഇത് ഇളക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് കൈയിട്ടിട്ട് ഈ ഭാഗം, ഈ വെട്ടിൻ്റെ ഈ ഭാഗം ഒരു മറ്റേ ക്ലാസിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് താത്ത് കഴിഞ്ഞാൽ ഇളകി വരും. ഇത് ഇതിൻ്റെ അകത്ത് അടിഭാഗത്താണ് കേട്ടോ. അടിഭാഗത്ത് ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, താന്നു ചെയിൻ ലൂസായി. എന്നിട്ട് ഇതിനെ നമുക്ക് പതുക്കെ ഇങ്ങനെ എടുക്കുക. ഇത് മൊത്തമായിട്ട് ഇളക്കണ്ട, കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ ചെയിന് ഈ 1 വേ ക്ലച്ച് നമുക്കിങ്ങനെ തിരിച്ചെടുക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, ഇതിനകത്തൊരു വാഷറുണ്ട്. ആ വാഷർ വയ്ക്കുമ്പോഴത്തേക്ക് തിരിച്ചതുപോലെ തന്നെ വയ്ക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ 1 വേ ക്ലച്ച്. ഇത് ഇതിനകത്ത് ചെറിയ പല്ലിൻ്റെ വിഷയം ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പിടിക്കാതെ ടർന്നെ ഒരു സൗണ്ട് പോലെ കേൾക്കുന്നത് കേട്ടോ. ഇതാ പൊട്ടി, ഇത് പല്ലല്ല, ഇതിൽ നിന്ന് പൊട്ടി മാറിയിരിക്കുകയാണ്. ഈ ബെയറിങ്ങാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഈ ബെയറിങ്ങിൻ്റെ പല്ല് കംപ്ലീറ്റ് ഇളവി ഇതിനകത്ത് ഇതാണ് ഒരു സൈഡിൽ പിടിക്കാത്ത, ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യം ഇതാണ്. ഇതുപോലത്തുള്ള ഇതെല്ലാം ഇളവി ഇത് വന്നതാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഇതിന് പൊട്ടി ഇതിനകത്തായിട്ട് വീഴുന്നു പോകണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇതിൻ്റെ ബോഡി ചേമ്പറിലൊക്കെ പല പ്രശ്നവും നമ്മൾ കണ്ടിട്ടുണ്ട്. ബോഡിയിലെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇതിനകത്തൊക്കെ അരഞ്ഞ് കലങ്ങിയൊക്കെ പോകും. അപ്പോൾ ഏറ്റവും ഭയങ്കര വിഷയം അതായിരിക്കും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമുക്കിതിന് ഇവിടുത്തെ തേയ്മാനം എന്തോ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഈ 1 വേ ക്ലച്ചിൻ്റെ ഈ തേയ്മാനം അതുണ്ടല്ലോ, ഇവിടെ എല്ലാം നന്നായിട്ട് സ്ക്രാച്ചായി. ഇത് പല്ല് പിടിക്കാതെ ഇരുന്ന് കറങ്ങുമ്പോഴത്തേക്ക് വരുന്നതാണ് ഈ കേസ്. നമ്മൾ സെൽഫ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം അടിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ സെൽഫ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇതിൽ റൊട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിൽ വിഷയം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പല്ലിൻ്റെ ഇതിനകവും ഇതിൻ്റെ അകവും കംപ്ലീറ്റ് വിഷയമായിട്ടുണ്ട്. സെൽഫ് വേണ്ട, സെൽഫ് ഇപ്പം വാങ്ങിക്കാനുള്ള സെൽഫിൻ്റെ ഈ ഗിയർ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം നമുക്ക് ഇതിലിട്ട് ചെയിനിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കാൻ പറ്റും കേട്ടോ. അതും കൂടെ നമ്മൾ പറയാം.
അപ്പോൾ ഈ ബെയറിങ് വാങ്ങിക്കാൻ നമ്മളതിൽ കാശില്ല, 5000 രൂപ ആവും ഇതിനകത്ത്. അപ്പോൾ ഇത് മാത്രം നമുക്ക് ഇതിൽ കൂടെ ഇട്ടിട്ട് നേരെ നെറ്റിട്ട് മുറുക്കി കഴിഞ്ഞാൽ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഇല്ലെന്ന് പറഞ്ഞിട്ട് കുഴപ്പവും ഉണ്ടാവില്ല. അത് വാങ്ങിക്കാൻ പൈസ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം. നമുക്കിപ്പം പുതിയ വൺ വേ ക്ലച്ച് ഉണ്ട്, നോക്കാം. നമുക്കിതിൻ്റെ ഇവിടെയൊക്കെ ഓയിലിൻ്റെ ഇതുണ്ട്, നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിനകമൊക്കെ ചെറിയ കരിയുണ്ട്, ഓയിലിൻ്റെ ഓയിലിൻ്റെ ചെറിയ ഇതുണ്ട്, പൊടി അതൊക്കെ നന്നായിട്ട് തുടച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഇത് പുതിയ വൺ വേ ക്ലച്ചാണ്, റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ ജെനുവൻ സാധനമാണ്. സെറ്റോടുകൂടിയാണ് വരുന്നത് കേട്ടോ. ഈ 4700 രൂപയാണ്. പാർട്സ് 59 25 93/A കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില വരും. ബെയറിങ് മാത്രമാണെങ്കിൽ 2000 രൂപയ്ക്ക് കിട്ടും. അത് വാങ്ങിച്ചിട്ട് കാര്യമില്ല. 3 ദിവസം കഴിയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റിന് 500 രൂപയേ ഉള്ളൂ. ഇതേപോലെ പാക്കിലാണ് വരുന്നത്. മാറ്റാം. ഇതാണ് ആ സാധനം, വൺ വേ ക്ലച്ച് പുതിയതാണ്, സെറ്റോട് കൂടിയത്. ഇതിനിളക്കാം. ഈ ബെയറിങ്ങാണ് നേരത്തെ അതിൽ പൊട്ടി മാറിയിരുന്നത് കേട്ടോ. ഈ ബെയറിങ്ങാണ്. നമുക്കിതിടാം. വൺ വേ ക്ലച്ച് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കേണ്ട കാര്യം, ഈ വാഷർ തിരിച്ചതേപോലെ തന്നെ ഇതിലിടുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ചെയിനകത്തൂടെ എടുത്തിട്ടാണ് ഇടാനുള്ളത് കേട്ടോ. ചെറിയൊരു കുത്പാട് കാണും, രണ്ടും കൂടെ സെറ്റ് ആക്കിയാണ് ഇടാനുള്ളത്. അതൊക്കെ ഇതിനകത്ത് ജസ്റ്റ് അകത്ത് കയറ്റിയിട്ട് രണ്ടും കൂടെ ഒരുപോലെ അകത്ത് കയറ്റിയില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പല്ല് നോക്കണം. ഇതിനകത്തൊരു പല്ലുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് കയറ്റണം. ഓക്കെ, ഇതിനകത്തുള്ള പല്ല് നോക്കിക്കൊള്ളണം കേട്ടോ. നോക്കിയിട്ടാണ് ഇത് കയറ്റാറുള്ളത്. ഇവിടെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റായി സെറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനെ തിരിച്ചാണ് വയ്ക്കാൻ കേട്ടോ. ഇതിനെ നമുക്ക് സപ്പോർട്ടാണ്, എന്ന് വെച്ചാൽ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ടൈറ്റ് ചെയ്യാം. നേരത്തെ ലൂസായിട്ടാണ് ഇരുന്നത് കേട്ടോ. നന്നായിട്ട് ഇത് ടൈറ്റ് ആവണം. ഇത് നന്നായിട്ട് ഇനി ടൈറ്റ് ആവണം. പക്ഷേ അത് നമുക്ക് ഇതും കൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അതിനകത്ത് നമ്മളൊരു വാഷർ പറഞ്ഞിരുന്നു, അത് വേണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ലോക്ക് നെട്ടുണ്ട്, അതെടുക്കാം. ലോക്ക് നെട്ട് ഇതാ വരുന്ന ലോക്കാണ്. ഇതൊരു ലേശം ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാവും കേട്ടോ. ഇത് നെറ്റ് ലോക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെട്ടെന്ന് ഊരി വരാനുള്ള സാധ്യതയുണ്ട്. ഈ നെറ്റ് ഊരി തെറിച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ഇതിനെ നമുക്ക് ലോക്കിൻ്റെ ശകലം ഒഴിച്ചതിന് ശേഷം ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല ടൈറ്റ് വേണം കേട്ടോ. നന്നായിട്ട് ലിവറേജ് കൊടുത്ത് ഇതിനെ ടൈറ്റ് ചെയ്യണം. ഓക്കെ, അത് മറന്നു പോകരുത്. ഇതും നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഇതിനെ എടുത്താൽ മതി. നമുക്ക് ഈ ചെയിൻ അഡ്ജസ്റ്ററാണിത്. ഇത് നേരെ മുകളിലോട്ട് വരും. പൊക്കി കഴിഞ്ഞാൽ ഇതിനെ ഇട്ട് ടൈറ്റ് ചെയ്യാം. സിമ്പിളാണ് കേട്ടോ. ഇതൊന്നും വലിയ തല ചൂടാക്കേണ്ട പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ള പണികളെ ഉള്ളൂ കേട്ടോ. ഇതിൽ ഇത്രയേ ഉള്ളൂ. ചെയിൻ ഇതാ ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊക്കും തോറും ചെയിൻ നല്ല ടൈറ്റ് ആകും. ഇത്രയും പ്ലേ വേണം കേട്ടോ. ഇത്രയും പ്ലേ ഉണ്ടാകും നമ്മൾ ഇവിടെ നോക്കുമ്പോഴത് ടൈറ്റ് ചെയ്യുക.
ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കവർ ഇടാവുന്നേ ഉള്ളൂ. കവർ ഇടുന്ന വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേറെ വിഷയങ്ങൾ വരുന്നില്ല. അപ്പോൾ 2 ബോൾട്ടും ടൈറ്റ് ചെയ്തു. അടുത്ത ഇതിൽ വരുന്ന സ്റ്റേ അഡ്ജസ്റ്ററാണ്. നന്നായിട്ട് ഇത് തുടയ്ക്കുക. നന്നായിട്ട് ഇത് തുടച്ചിട്ടാണ് നമുക്കിത് വയ്ക്കാനുള്ളത്. എന്നിട്ട് ലേശം ഗ്രീസ്, ഇതിനകത്ത് കുറച്ച് ഗ്രീസ് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടിത് ബെയറിങ് വർക്കായി പോകും. നമ്മളെന്തായിരുന്നാലും ഇത് ഇളക്കയല്ലേ, ഇളക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിട്ടിരുന്നത്. അതിനെ നേരെ ഇതിൽ വയ്ക്കുക. വെച്ചിട്ട് ഈ ബെയറിങ്ങിൻ്റെ ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്കിതൊന്ന് ഷെൽഫ് അടിച്ച് നോക്കാം. ഒറ്റ ഷെൽഫിൽ സ്റ്റാർട്ടാവുമെന്ന് നോക്കാം. ഇതും നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് അനാബോണ്ടോ എന്തെങ്കിലും തേച്ചിട്ട് ഇത് ഒട്ടിച്ചാൽ മതിയാവും കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഈ ഓയിലും ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആണ്. ഇതിലുള്ള പൊടിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇത് വയ്ക്കാനാണ്. ചെയ്യുന്ന പണിക്ക് നല്ലൊരു വൃത്തിയാണ് കേട്ടോ. ശകലം പോലും ഡസ്റ്റ് ഇതിൽ വരാതെ ക്ലിയർ ആകുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും വേറെ ഏതൊരു ഇത് വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വൺ വേ ക്ലച്ചിൻ്റെ വീഡിയോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഭായിമാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇനിയും പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.